നമുക്കിന്ന് മഷ്റൂം അതായത് കൂൺ വെച്ച് ഒരു തോരൻ റെഡിയാക്കാം. ഈ രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും കൂൺ വെച്ച് തോരൻ തയ്യാറാക്കി നോക്കണം കേട്ടോ. ഒരു നോൺ വെജ് കറി കഴിക്കുന്ന ടേസ്റ്റാണ് ഈ തോരന്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. മഷ്റൂം തോരൻ റെഡിയാക്കാൻ ആദ്യം തന്നെ ഒരു കടായി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായാൽ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 വറ്റൽമുളക് ആഡ് ചെയ്യാം. അതിനുശേഷം 10-12 ചെറിയുള്ളി സ്ലൈസ് ചെയ്തത് അല്ലെങ്കിൽ ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ആഡ് ചെയ്യാം. 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി വഴറ്റിയെടുക്കണം. ഇപ്പോൾ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് ഇതിന് മുന്നിൽ നിൽക്കേണ്ടത്. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കണം. പൊടികളുടെ പച്ചമണം മാറി പൊടികളെല്ലാം മൂത്തു വന്നാൽ മഷ്റൂം ആഡ് ചെയ്യാം. 200 ഗ്രാം മഷ്റൂം ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബട്ടൺ മഷ്റൂമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓയസ്റ്റർ മഷ്റൂം അതായത് ചിപ്പിക്കൂൺ എന്ന് പറയുന്ന ഒരു ടൈപ്പ് കൂണുണ്ട്, അതാണ് കൂടുതൽ ടേസ്റ്റ്. മഷ്റൂം ആഡ് ചെയ്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം അടച്ച് വെച്ച് വേവിക്കണം. അതുപോലെ ഇതിലൊട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട. അടച്ച് വെക്കുമ്പോൾ മഷ്റൂമിൽ നിന്നും വെള്ളം വരും. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി മഷ്റൂം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കണം. അടുത്തതായിട്ട് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യണം. തേങ്ങ ഒന്ന് കുക്കായാൽ 1/4 ടീസ്പൂണിൻ്റെ പകുതി പെരുംജീരകം പൊടിച്ചതും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്യാം. മഷ്റൂം തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.